കേസുകളും വഴക്കുകളും മൂലം ഭരണമുന്നണിയിൽ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുമായി 2 പേർ വീതം. അവർ ഒത്തുകൂടിയപ്പോൾ ബജറ്റ് അവതരണം കേരള നിയമസഭാ മോഡലായി. ഒരു കൂട്ടർ ബജറ്റ് വായിക്കാൻ എഴുന്നേറ്റപ്പോൾ മറുപക്ഷം അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ജീവനക്കാർ എത്തിച്ച ബജറ്റ് വേണ്ടെന്ന് വെച്ച് കൈവശം കരുതിയിരുന്ന മറ്റൊരു ബജറ്റ് അവതരിപ്പിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി ഇരുപക്ഷത്തിന്റെയും അവകാശവാദം. തൊട്ടു പിന്നാലെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനിൽ അടി തുടങ്ങി. ഒരു വിഭാഗത്തിന്റെ പ്രസിഡന്റായ ലിസി വത്സൻ എഴുന്നേറ്റപ്പോൾ മെമ്പർ ബിനോയ് കസേരയെടുത്തു മാറ്റി. ഇരിക്കാൻ തുടങ്ങിയ പ്രസിഡന്റ് മറിഞ്ഞു വീണു. ലിസി പോയപ്പോൾ കസേര എടുത്തതാണെന്ന് ബിനോയും വീണപ്പോൾ പോയ ചെരുപ്പെടുത്തതാണെന്ന് ലിസിയും. ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ 2 വൈസ് പ്രസിഡന്റുമാരെത്തിയാൽ ഇതിനുമപ്പുറം സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് കണ്ടുനിന്ന നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.